നീ ഉണരുന്നു. പകൽ ഇതിനകം ഭാരമുള്ളതായി തോന്നുന്നു. മറ്റെല്ലാവരും നീങ്ങുന്നതായി തോന്നുന്നു, മുന്നോട്ടു പോകുന്നു, എന്തെങ്കിലും പണിയുന്നു, എങ്ങോട്ടോ പോകുന്നു. പക്ഷെ നീ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. അതേ മതിലുകൾ, അതേ പതിവ്, ചിലപ്പോൾ സമാധാനത്തെക്കാൾ നിശബ്ദത പോലെ തോന്നുന്ന അതേ നിശബ്ദത. നീ സ്ക്രോൾ ചെയ്യുന്നു, നീ താരതമ്യം ചെയ്യുന്നു, നീ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതം പാഴാക്കുകയാണോ? അത് വേദനിപ്പിക്കുന്നുണ്ട് അല്ലേ? നിശ്ചലമായി നിൽക്കുന്നത് പിന്നോട്ടു പോകുക എന്നതിൻ്റെ അർത്ഥമാകാം. ആ പിരിമുറുക്കം എനിക്കും അനുഭവപ്പെട്ടു. മറ്റെല്ലാവരെയും ദൈവം ഉപയോഗിക്കുമ്പോൾ ഞാൻ കുടുങ്ങിപ്പോയേക്കാം എന്ന നിശബ്ദ ഭയം. എന്നാൽ പിന്നീട് ആഴത്തിലുള്ള എന്തോ ഒന്ന് പുറത്തു വരാൻ തുടങ്ങുന്നു. ഉച്ചത്തിലല്ല, നാടകീയമായുമല്ല. ലോകം ചെയ്യുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അളക്കുന്നില്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തിരുവെഴുത്തുകളിലൂടെയുള്ള ഒരു മർമ്മമാണ്. അവൻ പ്രക്രിയയെ തിരക്കുകൂട്ടുന്നില്ല. അവൻ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെ അവഗണിക്കുന്നില്ല. വാസ്തവത്തിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രവൃത്തികൾ ആരും കാണാത്തയിടത്താണ് സംഭവിക്കുന്നത്. ബൈബിൾ ഈ അസ്വസ്ഥമായ വികാരത്തിലേക്ക് നേരിട്ട് സംസാരിക്കുന്നു. സങ്കീർത്തനം 46:10 പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ആ കൽപ്പന നിഷ്ക്രിയമല്ല. അത് നിങ്ങളോട് ഉപേക്ഷിക്കാൻ പറയുന്നില്ല. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാനും നിലനിൽക്കാനും അവനോടൊപ്പം ഉണ്ടായിരിക്കാനും അത് നിങ്ങളെ വിളിക്കുന്നു. കാരണം അവൻ്റെ കൈകളിൽ നിശ്ചലത ഒരിക്കലും ശൂന്യമല്ല. അത് ഒരുക്കമാണ്, അത് സംരക്ഷണമാണ്. നിശബ്ദമായും ആഴത്തിലും കൃത്യസമയത്ത് വികസിക്കുന്ന ഉദ്ദേശമാണ് ഇത്. 1. ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് മുമ്പ് നിശ്ചലമായിരിക്കാൻ പലപ്പോഴും നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ അസ്വസ്ഥമായ നിശ്ചലത എല്ലായ്പ്പോഴും ഒരു കാലതാമസമല്ല. ചിലപ്പോൾ അതൊരു ക്ഷണമാണ്. പരിശ്രമിക്കുന്നത് നിർത്താനും വാതിലുകൾ തുറക്കുന്നത് നിർത്താനും ബാഹ്യ പുരോഗതിയേക്കാൾ ആഴമേറിയ എന്തെങ്കിലും ദൈവത്തെ അനുവദിക്കാനുമുള്ള ഒരു ക്ഷണം. കാരണം ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് മുമ്പ് അവൻ പലപ്പോഴും നിങ്ങളെ മന്ദഗതിയിലാക്കുന്നു. അത് എത്ര ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളിൽ ഉള്ളതെല്ലാം പ്രവർത്തിക്കാനും പരിഹരിക്കാനും നിങ്ങളുടെ സാഹചര്യം മാറ്റാനും അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വഴി വ്യത്യസ്തമാണ്. അവൻ തിടുക്കത്തിൽ പരിവർത്തനം വരുത്തുന്നില്ല, അവൻ അത് ഒരുക്കുന്നു. മറ്റാർക്കും കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, നിങ്ങളുടെ വിശ്വാസം അവൻ ഉപരിതലത്തിനടിയിൽ പ്രവർത്തിക്കുന്നു. ബൈബിൾ ഈ മാതൃക വീണ്ടും വീണ്ടുമാണ് കാണിക്കുന്നത്. ദൈവം ആളുകളെ അവരുടെ വിളിയിലേക്ക് ഉടനടി അയച്ചില്ല. അവൻ ആദ്യം അവരെ രൂപപ്പെടുത്തി. കാത്തിരിപ്പിൻ്റെയും നിശബ്ദതയുടെയും മറഞ്ഞിരിക്കുന്നതിൻ്റെയും കാലങ്ങളുണ്ടായിരുന്നു. അവ മറന്നുപോയതുകൊണ്ടല്ല, മറിച്ച് അവ രൂപപ്പെട്ടുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അവിടെയാണ് നിശ്ചലത പവിത്രമാകുന്നത്. അത് ശ്രദ്ധ വ്യതിചലനങ്ങളെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നത് വെളിപ്പെടുത്തുന്നു. എല്ലാ ശബ്ദകോലാഹലങ്ങളും കൂടാതെ ദൈവത്തെ കേൾക്കാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നു. കാരണം നിങ്ങൾ എപ്പോഴും നീങ്ങുകയാണെങ്കിൽ, എപ്പോഴും എന്തെങ്കിലും പിന്തുടരുകയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്? സങ്കീർത്തനം 37:7 പറയുന്നു, കർത്താവിൻ്റെ മുമ്പാകെ നിശ്ചലനായിരിക്കുക, അവനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ആളുകൾ അവരുടെ വഴികളിൽ വിജയിക്കുമ്പോൾ വിഷമിക്കരുത്. ആ വരി ശക്തമായി സ്പർശിക്കുന്നുണ്ട് അല്ലേ? വിഷമിക്കേണ്ട, താരതമ്യം ചെയ്യരുത്. മറ്റുള്ളവർ മുന്നിലാണെന്ന് തോന്നുമ്പോൾ പരിഭ്രാന്തരാകരുത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോഡ്സ് ടൈമിംഗ് ഇതുവരെ വൈകിട്ടില്ല. അത് മനഃപൂർവ്വമാണ്. നിശ്ചലത എന്നത് ചലനത്തിൻ്റെ അഭാവമല്ല, അത് വിശ്വാസത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾക്കിതുവരെ കാണാൻ കഴിയാത്തപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നതാണ്. പലപ്പോഴും അത് നിങ്ങളുടെ ഹൃദയം അവൻ്റെ ഇച്ഛയുമായി യോജിക്കാൻ തുടങ്ങുന്ന ആ ശാന്തമായ സ്ഥലത്താണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറാൻ തുടങ്ങുന്ന ഇടത്താണ്. നിങ്ങളുടെ ശക്തി നിശബ്ദമായി പുനർനിർമ്മിക്കപ്പെടുന്ന ഇടത്താണ്. അതിനാൽ ഒരുപക്ഷെ ഈ സീസൺ പുതിയ എവിടെയെങ്കിലും പോകുന്നതിനെക്കുറിച്ചായിരിക്കില്ല. ഒരുപക്ഷെ അത് നിങ്ങൾ ഉള്ളിടത്ത് തന്നെ പുതിയ ഒരാളായി മാറുന്നതിനെക്കുറിച്ചായിരിക്കാം. നിങ്ങളുടെ ഹൃദയം ആ നിശ്ചലതയിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങുമ്പോൾ മറ്റെന്തെങ്കിലും വികസിക്കാൻ തുടങ്ങുന്നു. ലോകത്തിൻ്റെ ശബ്ദത്തിന് ഒരിക്കലും കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ കണ്ടുമുട്ടുന്ന ആഴമേറിയതും കൂടുതൽ വ്യക്തിപരവുമായ ഒരു സ്ഥലം. 2. രഹസ്യസ്ഥലം ദൈവം നിങ്ങളുടെ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്ന സ്ഥലമാണ്. ആരും കാണാത്തപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരുതരം പരിവർത്തനമുണ്ട്. ഒരു വേദിയിലല്ല, ആളുകളുടെ മുമ്പിലുമല്ല. എന്നാൽ നിങ്ങളും ദൈവവും മാത്രമുള്ള നിശബ്ദവും മറഞ്ഞിരിക്കുന്നതുമായ നിമിഷങ്ങളിൽ. അത് രഹസ്യസ്ഥലമാണ്. ഇതൊരു ഭൗതിക സ്ഥാനത്തെക്കുറിച്ചല്ല, ഇത് ഹൃദയത്തിൻ്റെ ഒരു ഭാവത്തെക്കുറിച്ചാണ്. നിങ്ങൾ പ്രകടനം നിർത്തുകയും നടിക്കുന്നത് നിർത്തുകയും സത്യസന്ധമായ ദൈവസന്നിധിയിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പ്രേക്ഷകരില്ല, സമ്മർദ്ദമില്ല, യഥാർത്ഥവും ഫിൽട്ടർ ചെയ്യാത്തതുമായ ബന്ധം മാത്രം. ഇവിടെയാണ് നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിലല്ല, നിങ്ങൾ എത്രത്തോളം ഉൽപാദനക്ഷമതയുള്ളവരാണ് എന്നതിലല്ല, ദൈവം മുമ്പാകെ നിങ്ങൾ ആരാണെന്നതിലുമല്ല. മത്തായി 6:6 യേശു ഇത് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ പോയി വാതിലടച്ച് അദൃശ്യനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ രഹസ്യമായി ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അത് ശ്രദ്ധിക്കുക.
രഹസ്യത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ പിതാവ് കാണുന്നു. ദൈവം നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന നിമിഷങ്ങളിൽ മാത്രമല്ല, അവൻ അവയെ വിലമതിക്കുന്നു. മറ്റാരും കാണാത്ത കാര്യങ്ങളിൽ അവൻ ശ്രദ്ധ ചെലുത്തുന്നു, അതെല്ലാം മാറ്റുന്നു. കാരണം അത് നിങ്ങളുടെ വീട്ടിലുള്ള സമയം, നിങ്ങളുടെ നിശബ്ദ പ്രാർത്ഥനകൾ, നിങ്ങളുടെ അദൃശ്യമായ അനുസരണം എന്നിവയെ അർത്ഥമാക്കുന്നു. അതൊന്നും പാഴാക്കുന്നില്ല. വാസ്തവത്തിൽ ദൈവവുമായുള്ള നിങ്ങളുടെ നടത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കാം അത്. രഹസ്യസ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് ദൈവം പുനർനിർമ്മിക്കുന്നു. നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ദൃശ്യപരതയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് നിരന്തരമായ സാധൂകരണമോ നിരന്തരമായ ചലനമോ നിരന്തരമായ അംഗീകാരമോ ആവശ്യമില്ല. നിങ്ങളെ ഇതിനകം കാണുന്നു, ഇതിനകം അറിയപ്പെടുന്നു, ഇതിനകം സ്നേഹിക്കപ്പെടുന്നു. ആ സ്ഥലത്ത് നിന്ന് ശക്തമായ എന്തെങ്കിലും സംഭവിക്കുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി വിജയത്തിലല്ല, താരതമ്യത്തിലല്ല, മറിച്ച് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. നിങ്ങൾ സ്ഥിരതയുള്ളവരാകുന്നു. നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ കുലുക്കം കുറയുന്നു. കാരണം രഹസ്യസ്ഥലത്ത് നിങ്ങളുടെ ഐഡന്റിറ്റി രൂപപ്പെടുമ്പോൾ സുരക്ഷിതത്വം അനുഭവിക്കാൻ നിങ്ങൾക്കിനി സ്പോട്ട്ലൈറ്റ് ഒന്നും ആവശ്യമില്ല. ആ തരത്തിലുള്ള ശാന്തമായ ശക്തി നിങ്ങളെ അതിലും വലിയ ഒന്നിനായാണ് ഒരുക്കുന്നത്. ആരും ശ്രദ്ധിക്കാത്തപ്പോഴും, ഉപരിതലത്തിൽ ഒന്നും പ്രാധാന്യമുള്ളതായി തോന്നാത്തപ്പോഴും വിശ്വസ്തത പുലർത്താനുള്ള കഴിവാണ്. 3. ചെറിയ മറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിലെ അനുസരണം പൊതുവിജയത്തെക്കാൾ പ്രധാനമാണ്. ആ നിശബ്ദ ശക്തി നിങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്ന് രൂപപ്പെടുത്താൻ തുടങ്ങുന്നു. വലിയ നാടകീയ നിമിഷങ്ങളിലല്ല, മറിച്ച് ആരും കാണാത്ത ചെറിയ തിരഞ്ഞെടുപ്പുകളിലാണ്. നിങ്ങൾ പ്രതികരിക്കുന്ന രീതി, നിങ്ങൾ സംസാരിക്കുന്ന രീതി, അംഗീകാരമോ കയ്യടിയോ ദൃശ്യമായ ബലമോ ഇല്ലാത്തപ്പോൾ നിങ്ങൾ വിശ്വസ്തത പുലർത്തുന്ന രീതി. ഇവിടെയാണ് പലരും ബുദ്ധിമുട്ടുന്നത്. കാരണം അത് നിസ്സാരമാണെന്ന് തോന്നുന്നു, അത് പ്രശ്നമല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ശരിയായ കാര്യം ചെയ്യുന്നു, ഒന്നും മാറുന്നില്ല. നിങ്ങൾ സ്ഥിരത പുലർത്തുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ വിശ്വസ്തത പുലർത്തുന്നു, കാഴ്ചയിൽ ഒരു പ്രതിഫലവുമില്ല. എന്നാൽ ദൈവം അതിനെ വ്യത്യസ്തമായാണ് കാണുന്നത്. ലൂക്കോസ് 16:10 യേശു പറഞ്ഞു, വളരെ ചെറിയതിൽ വിശ്വസ്തനായവൻ വലിയതിലും വിശ്വസ്തനാണ്. വളരെ ചെറിയതിൽ സത്യസന്ധതയില്ലാത്തവൻ വലിയതിലും സത്യസന്ധതയില്ലാത്തവനാണ്. അതായത് ചെറിയത് വലിയതിൽ നിന്ന് വേറിട്ടതല്ല, അത് അതിൻ്റെ അടിസ്ഥാനമാണ്. നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. നിശബ്ദമായ അനുസരണത്തിൻ്റെ ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് കെട്ടിപ്പടുക്കുന്നു. സ്വഭാവം, അച്ചടക്കം, വിശ്വാസം, ഇവ ദൃശ്യമല്ല, പക്ഷേ അവ അത്യാവശ്യമാണ്. കാരണം അതിലും വലിയ ഒന്നിനുള്ള സമയം വരുമ്പോൾ ദൈവം നിങ്ങളുടെ കഴിവിലേക്ക് നോക്കുന്നില്ല, അവൻ നിങ്ങളുടെ വിശ്വസ്തതയിലേക്കാണ് നോക്കുന്നത്. വിശ്വസ്തത അദൃശ്യമായ കാര്യങ്ങളിൽ തെളിയിക്കപ്പെടുന്നു. വിട്ടുവീഴ്ച എളുപ്പമാകുമ്പോൾ വിശ്വസ്തത സമഗ്രത തിരഞ്ഞെടുക്കലാണ്. നിങ്ങൾ കാത്തിരിക്കുന്നതിൽ മടുത്തിരിക്കുമ്പോൾ വിശ്വസ്തത ക്ഷമ തിരഞ്ഞെടുക്കുന്നതാണ്. ഉടനടി പ്രയോജനമില്ലെങ്കിൽ പോലും അത് ദൈവത്തെ ബഹുമാനിക്കാൻ തിരഞ്ഞെടുക്കുന്നതാണ്. ഈ നിമിഷങ്ങൾ ചെറുതായി തോന്നാം, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവ ശാശ്വതമായ ഭാരം വഹിക്കുന്നു. ലോകം ബലങ്ങൾ ആഘോഷിക്കുന്നു, ദൈവം അനുസരണത്തെയാണ് വിലമതിക്കുന്നത്. ആ മാറ്റം നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റുന്നു. പെട്ടെന്ന് നിങ്ങളുടെ വീട് ഒരു പരിമിതിയുടെ സ്ഥലമല്ല, അതൊരു പരിശീലന കേന്ദ്രമായി മാറുന്നു. ഓരോ സാധാരണ നിമിഷവും ദൈവമുമ്പാകെ വിശ്വസ്തയോടെ ജീവിക്കാനുള്ള ഒരു അവസരമായി മാറുന്നു. കാരണം ദൈവരാജ്യത്തിലെ വിജയം നിങ്ങൾ എത്രമാത്രം ദൃശ്യനാണ് എന്നതിനെക്കുറിച്ചല്ല, നിങ്ങൾ എത്രത്തോളം അനുസരണയുള്ളവനാണ് എന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ ആ അനുസരണം നിശബ്ദത, സ്ഥിരത, ശ്രദ്ധിക്കപ്പെടാത്തത്, വളർച്ചയെക്കുറിച്ചൊന്നുമല്ല. നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കൂടിയാണ് ഇത്. 4. വീട്ടിൽ തന്നെ തുടരുന്നത് പരിമിതിയല്ല, സംരക്ഷണമാകാം. നിങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്ന സമയങ്ങളുണ്ട്. മുന്നോട്ട് പോകുന്നതിൽ നിന്നും അടുത്തതായി നിങ്ങൾ കരുതിയതിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൽ നിന്നും എന്തോ ഒന്ന് നിങ്ങളെ തടയുന്നത് പോലെ. ഇത് നിരാശാജനകമാണ്, ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ, അതോ അതിലും മോശമായി ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിലോ, ഒരു കാരണത്താൽ നിങ്ങളെ സ്ഥാനത്ത് നിലനിർത്തുകയാണെങ്കിൽ എന്തു ചെയ്യും? വാതിലുകൾ തുറക്കുന്നതിലൂടെ മാത്രമല്ല ദൈവം വഴികാട്ടുന്നത്. ചിലപ്പോൾ അവൻ അവ അടച്ചുകൊണ്ടും വഴികാട്ടുന്നു. ശിക്ഷയായിട്ടല്ല, സംരക്ഷണമായി. കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ശരിയല്ലാത്ത സമയം, നിങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾക്കായി ഉദ്ദേശിക്കാത്ത വഴികൾ. ആ നിമിഷങ്ങളിൽ താമസിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി മാറുന്നു. യെശയ്യാവ് 26:20 ബൈബിൾ ഇതിനെക്കുറിച്ചുള്ള ശക്തമായൊരു ചിത്രം നൽകുന്നു. എൻ്റെ ജനമേ, പോയി നിങ്ങളുടെ മുറികളിൽ പ്രവേശിച്ച് വാതിലുകൾ അടയ്ക്കുക. അവൻ്റെ കോപം കടന്നു പോകുന്നതുവരെ അല്പനേരം ഒളിച്ചിരിക്കുക. ഇത് ഭയത്തെക്കുറിച്ചല്ല, ഇത് സുരക്ഷയെക്കുറിച്ചാണ്. ദൈവം തൻ്റെ ജനത്തോട് താമസിക്കാൻ പറയുന്നതിനെക്കുറിച്ചാണ്. അവരെ മറന്നുപോയതുകൊണ്ടല്ല, മറിച്ച് അവർ സംരക്ഷിക്കപ്പെട്ടിരുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം മുഴുവൻ ചിത്രവും കാണുന്നു. നിങ്ങൾ ഇതുവരെ എന്തിന് തയ്യാറല്ലെന്ന് അവനറിയാം.
നിങ്ങളെ തകർക്കാനോ നിങ്ങളെ വ്യതിചലിപ്പിക്കാനോ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാനോ കഴിയുന്നത് എന്താണെന്ന് അവനറിയാം. അതിനാൽ അവൻ നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുന്നു. എന്നേക്കുമായല്ല, പക്ഷേ ഇപ്പോൾ. അത് നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റുന്നു. ഞാൻ എന്തിനാണ് കുടുങ്ങിയത് എന്ന് ചോദിക്കുന്നതിന് പകരം ദൈവം എന്നെ എന്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. നിർബന്ധിത ചലനത്തിന് പകരം, അത് ഇതുവരെ അർത്ഥശൂന്യമല്ലെങ്കിൽ പോലും നിങ്ങൾ അവൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്രമിക്കാൻ തുടങ്ങുന്നു. കാരണം താമസിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു കാലതാമസമല്ല, ചിലപ്പോൾ അത് ദിവ്യമായ ആവരണമാണ്. ആ ആവരണത്തിൽ മറ്റെന്തെങ്കിലും നിശബ്ദമായി നിർമ്മിക്കപ്പെടുന്നു. 5. ദൈവം പ്രവൃത്തിയിലൂടെ മാത്രമല്ല കാത്തിരിപ്പിലൂടെയും ശക്തി വികസിപ്പിക്കുന്നു. ആ സംരക്ഷണം ഇടം സൃഷ്ടിക്കുന്നു. ആഴമേറിയ എന്തെങ്കിലും വളരാൻ തുടങ്ങുന്ന ഇടമാണ്, ബാഹ്യമായിട്ടല്ല, ആന്തരികമായി. കാരണം നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ദൈവം നിഷ്ക്രിയനല്ല. പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും കഴിയാത്ത വിധത്തിൽ അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. കാത്തിരിപ്പ് നിങ്ങളുടെ പരിധികളെ തുറന്നുകാട്ടുന്നു. അത് നിങ്ങളുടെ അക്ഷമയെയും ഭയത്തെയും നിയന്ത്രണത്തിനുള്ള നിങ്ങളുടെ ആവശ്യത്തെയും വെളിപ്പെടുത്തുന്നു. അത് അസ്വസ്ഥത ഉളവാക്കുന്നു. ചലനം പുരോഗതി പോലെ തോന്നുന്നതിനാൽ നിങ്ങൾക്ക് ചലനം വേണം. എന്നാൽ കാത്തിരിപ്പ് സഹിഷ്ണുത ഉളവാക്കുന്നതിനാൽ ദൈവം പലപ്പോഴും കാത്തിരിപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. മുന്നോട്ട് കുതിക്കാതിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശക്തിയുണ്ട്. ശാന്തമായൊരു പ്രതിരോധശേഷി, ആഴമേറിയ ഒരു വിശ്വാസം. കാര്യങ്ങൾ മന്ദഗതിയിലോ അനിശ്ചിതത്വത്തിലോ ആയിരിക്കുമ്പോൾ പരിഭ്രാന്തരാകാത്ത തരം. യെശയ്യാവ് 40:31 ബൈബിൾ ഇതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നു. എന്നാൽ കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകുകൾ അടിച്ചു കയറും. അവർ ഓടും, ക്ഷീണിക്കില്ല. അവർ നടക്കുകയും ക്ഷീണിക്കാതിരിക്കുകയും ചെയ്യും. അതായത്, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നിങ്ങളെ ദുർബലപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ കെട്ടിപ്പടുക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം വഴിക്ക് നിർബന്ധിക്കുന്നതിന് പകരം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിലെ എന്തോ ഒന്ന് കൂടുതൽ ശക്തവും കൂടുതൽ സ്ഥിരതയുള്ളതും സാഹചര്യങ്ങളാൽ കുലുങ്ങാത്തതുമായി മാറുന്നു. കാലക്രമേണ നിങ്ങൾ വ്യത്യാസം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ അതേ രീതിയിൽ പ്രതികരിക്കുന്നില്ല. നിങ്ങൾ അത്ര ഉത്കണ്ഠ ആകുലനാകുന്നില്ല. നീങ്ങാൻ നിങ്ങൾ അത്ര നിരാശനല്ല. ശാന്തമായ ഒരു ആത്മവിശ്വാസം രൂപപ്പെടുന്നു. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും ദൈവം നിയന്ത്രണത്തിലാണ് എന്ന നിശബ്ദമായ ഉറപ്പ്. അത്തരം ശക്തിയെ തിടുക്കത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല, അത് വികസിപ്പിക്കേണ്ടതുണ്ട്. കാരണം ദൈവം വാതിൽ തുറക്കുമ്പോൾ, നീങ്ങാനുള്ള സമയം വരുമ്പോൾ നിങ്ങൾ ബാഹ്യമായി തയ്യാറാകില്ല, നിങ്ങൾ ആന്തരികമായി തയ്യാറാകും. അവൻ നിങ്ങൾക്ക് നൽകുന്നത് വഹിക്കാനുള്ള സഹിഷ്ണുത നിങ്ങൾക്കുണ്ടാകും. അവനെ പൂർണ്ണമായി പിന്തുടരാനുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകും. അതിനാൽ കാത്തിരിപ്പ് ശൂന്യമല്ല, പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ശക്തിക്കായുള്ള തയ്യാറെടുപ്പാണ് ഇത്. ആ ശക്തി വളരുമ്പോൾ നിങ്ങളുടെ നിലവിലെ സ്ഥലത്തെ നിങ്ങൾ വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു. ഒരു ഇടവേളയായിട്ടല്ല, മറിച്ച് കൂടുതൽ മനഃപൂർവ്വം ഉദ്ദേശിച്ച ഒന്നിനായി. 6. നിങ്ങളുടെ നിലവിലെ സ്ഥലം ഒരു ആകസ്മികമല്ല, അതൊരു നിയമനമാണ്. കാഴ്ചപ്പാടിലെ ആ മാറ്റം എല്ലാം മാറ്റുന്നു. കാരണം നിങ്ങളുടെ സാഹചര്യത്തെ ക്രമരഹിതമോ നിരാശാജനകമോ ആയി കാണുന്നതിന് പകരം നിങ്ങളിവിടെ മനഃപൂർവ്വം വന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. യാദർശികമല്ല, അബദ്ധത്തിലല്ല, എന്നാൽ ദൈവത്തിൻ്റെ രൂപകൽപ്പനയാൽ. അത് പ്രധാനപ്പെട്ടതായി തോന്നുന്നില്ലെങ്കിലും, അത് സാധാരണമാണെന്ന് തോന്നിയാലും, മറ്റാരും അതിൽ മൂല്യം കാണുന്നില്ലെങ്കിലും ശരി, ദൈവം ആളുകളെ അവർ ഉണ്ടായിരിക്കേണ്ട സമയത്ത് കൃത്യമായി അവിടെ നിർത്തുന്നു. അതിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 17:26 ബൈബിൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അവനൊരു മനുഷ്യനിൽ നിന്ന് എല്ലാ മനുഷ്യവംശങ്ങളെയും ഭൂമിയുടെ മുഖത്തും ജീവിക്കാൻ സൃഷ്ടിച്ചു. നിശ്ചിത സമയങ്ങളും അവരുടെ വാസസ്ഥലത്തിൻ്റെ അതിരുകളും നിശ്ചയിച്ചു. നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ സീസൺ, നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ, അവയൊന്നും ദൈവത്തിൻ്റെ അവബോധത്തിന് പുറത്തല്ല. അവൻ അവയെ നിശ്ചയിച്ചിരിക്കുന്നു, നിങ്ങളെ പരിമിതപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളിലൂടെ പ്രവർത്തിക്കാനാണ്. അതിനർത്ഥം നിങ്ങളുടെ വീട് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല എന്നാണ്. ദൈവം നിങ്ങളിലും നിങ്ങളിലൂടെയും എന്തെങ്കിലും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ഒരുപക്ഷെ അവൻ നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നുണ്ടാകാം. ഒരുപക്ഷെ അവൻ നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അവൻ നിങ്ങൾക്ക് സ്നേഹിക്കാനും സേവിക്കാനും വളരാനും അവസരങ്ങൾ നൽകുന്നുണ്ടാകാം. അത് മതിപ്പുളവാക്കുന്നതല്ലെങ്കിലും ആഴത്തിൽ അർത്ഥവത്തായ രീതിയിലായിരിക്കും. കാരണം എല്ലാ നിയമനങ്ങളും പുറമേക്ക് പ്രാധാന്യമുള്ളതായി തോന്നുന്നില്ല. ചില നിയമനങ്ങൾ നിശബ്ദമായിരിക്കും, മറഞ്ഞിരിക്കുന്നു, വ്യക്തിപരം. പക്ഷെ അവയും അത്ര തന്നെ പ്രധാനമാണ്. നിങ്ങളത് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ എതിർക്കുന്നത് നിർത്തുന്നു. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിർത്തുന്നു. പകരം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു, ദൈവം ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൻ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ചെറിയ സ്ഥലത്ത് പോലും എനിക്ക് ആരെയാണ് സ്വാധീനിക്കാൻ കഴിയുക? കാരണം ചലനത്തിൽ എല്ലായ്പ്പോഴും ഉദ്ദേശം കാണില്ല. ചിലപ്പോൾ അത് സാന്നിധ്യത്തിൽ, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് കാണപ്പെടുന്നു. നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശക്തമായ എന്തെങ്കിലും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും അർത്ഥവത്തായ പ്രവൃത്തി പലപ്പോഴും മറ്റാരും കാണാത്ത തരത്തിലുള്ളതാണ്. 7. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി പലപ്പോഴും ആരും കാണാത്തയിടത്താണ് സംഭവിക്കുന്നത്.
ആ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള ഒന്നിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളെല്ലാം കാണുന്ന രീതിയെ മാറ്റുന്ന ഒരു സത്യമാണ്. ആളുകൾ കാണുന്നതിൽ ദൈവം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, യഥാർത്ഥമായതിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദൃശ്യതയിലേക്കും അംഗീകാരത്തിലേക്കും നിങ്ങളെ നിരന്തരം ആകർഷിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആരും നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമല്ലെന്ന് അത് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദൈവരാജ്യം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഏറ്റവും ശക്തമായ ചില ആത്മീയ വളർച്ച പൂർണ്ണ നിശബ്ദതയിലാണ് സംഭവിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിൽ ആരും കൈയടിക്കുന്നില്ല, പ്രാർത്ഥനകളിൽ ആരും കേൾക്കുന്നില്ല. ബാഹ്യ പ്രതിഫലമില്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന നിമിഷങ്ങളിലാണ്. ആ മറഞ്ഞിരിക്കുന്ന ജീവിതം നിങ്ങൾ വിചാരിക്കുന്നതിലും പ്രധാനമാണ്. മത്തായി 6:4 യേശു ഇത് വ്യക്തമായി പറയുന്നു. അപ്പോൾ രഹസ്യമായി ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ദൈവം അനുസരണത്തിന്റെ ഓരോ പ്രവൃത്തിയും കാണുന്നുണ്ട്. കീഴടങ്ങലിന്റെ ഓരോ ശാന്ത നിമിഷവും കാണുന്നുണ്ട്. നിങ്ങളെ തന്നെ ആശ്രയിക്കുന്നതിന് പകരം അവനിൽ വിശ്വസിക്കാനുള്ള ഓരോ തീരുമാനവും അവൻ അറിയുന്നു. ഒന്നും അവഗണിക്കപ്പെടുന്നില്ല. അവന് പറയുന്ന പ്രതിഫലം എല്ലായ്പ്പോഴും ഉടനടിയോ ദൃശ്യമോ ആയിരിക്കില്ല. ചിലപ്പോൾ അത് ആന്തരികമാണ്, ആഴത്തിലുള്ള സമാധാനമാണ്, ശക്തമായ വിശ്വാസമാണ്, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ ബോധ്യമാണ്. മറ്റു ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ പിന്നീട് വികസിക്കുന്നു. പക്ഷേ അത് എല്ലായ്പ്പോഴും പ്രധാനമാണ്. കാരണം മറഞ്ഞിരിക്കുന്ന ജീവിതമാണ് ആധികാരികത രൂപപ്പെടുന്നത്. നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമാകുന്ന ഇടത്താണത്. നടപ്പിലാക്കുന്ന ഒന്നല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒന്നാണ് ഇത്. ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം വാക്കുകൾക്കപ്പുറം, പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതിനപ്പുറം ആഴത്തിലാകുന്നത് അവിടെയാണ്. ആ സ്ഥാനത്ത് നിന്ന് ദൈവം എന്തെങ്കിലും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഭാരം വഹിക്കുന്നു, അത് സത്യത്തെ വഹിക്കുന്നു, അത് നിർമ്മിച്ചതല്ലാത്ത യഥാർത്ഥമായ എന്തെങ്കിലും വഹിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ശാന്തമായ കാലം, വീട്ടിലെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന അനുസരണം അത് പാഴാക്കപ്പെടുന്നില്ല. അത് പവിത്രമാണ്. നിങ്ങളത് അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ ഇനി താമസിക്കുന്നത് നഷ്ടപ്പെടുന്നതായി തോന്നുന്നില്ല, അത് വിശ്വസിക്കുന്നതായി തോന്നാൻ തുടങ്ങുന്നു. ഈ വീഡിയോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.